ശ്രീകൃഷ്ണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന അരഭാഗവും ചതയം നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും എന്നീ നക്ഷത്ര ജാതകർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും ജാതകനിൽ വന്ന് ഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. ഇവിടുത്തെ ഗൃഹസ്ഥാനം എന്ന് പറയുന്നത് ബുധനും ശുക്രനും മൗഢ്യം സംഭവിച്ചൊരു കാലമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അസ്ഥിരത, വിപരീത ബുദ്ധി, വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ പഠനത്തിൽ ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളതും, പ്രകൃതിക്ഷോഭങ്ങൾ, പ്രളയം, കൊടുങ്കാറ്റ്, മിന്നൽ എന്നിവ രൂക്ഷമാകാനുള്ളൊരു സമയം, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജനങ്ങളെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പടർച്ചവ്യാധികളായ അസുഖങ്ങൾ, നിരപരാധികളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ആചാരപരമായ മതപരമായ ലംഘനങ്ങൾ, കൂടാതെ ആഭിചാരക്രിയ, മറ്റ് ദുർമന്ത്രവാദങ്ങൾ എന്നിവ ഉയർന്നു വരികയും ഉദര സംബന്ധമായ അസുഖങ്ങളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ ഈ സമയത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക്, അതായത് വിശാഖം നക്ഷത്രത്തിൽ സംക്രമിക്കുന്ന സമയവും, ചൊവ്വ, വ്യാഴം എന്നിവ ഇടവം രാശിയിലും, ബുധൻ ശുക്രൻ കർക്കിടക രാശിയിലും, കേതു കന്നിരാശിയിലും, ചന്ദ്രൻ ഗുളികൻ എന്നിവ തുലാം രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംക്രമണമാണിത് എന്ന് പറയാം. ഈ പൊതുഫലങ്ങൾ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗ്രഹങ്ങളുടെ പൊതുവായ സ്ഥിതിയെ അടിസ്ഥാനമാക്കി പറയുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന ഫലങ്ങൾ ഈ പറയുന്ന പൊതുഫലങ്ങളോടൊപ്പം ചേർത്ത് വച്ച് ആ വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയെയും അതിൽ നിന്നുണ്ടാകുന്ന ആ യോഗങ്ങളെയും ജാതകത്തിൽ നിലവിലിരിക്കുന്ന ദശ, അപഹാരങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്നാലും ഈ പറയുന്ന പൊതുഫലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായിട്ട് തന്നെ ഒരു ജാതക വിശകലനം നടത്തുകയും ജാതകത്തിലെ ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുകയുമൊക്കെ ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടിയൊക്കെ എളുപ്പത്തിൽ തരണം ചെയ്യുവാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുംഭം രാശിയുടെ കാര്യമാണ് പറയുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. കുംഭം രാശിയിൽ അവിട്ടം അവസാന അരഭാഗം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച കഴിഞ്ഞപ്പോൾ, അതായത് ഈ മാസത്തിൻ്റെ ആദ്യ വാരം കഴിഞ്ഞ് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതീക്ഷയുടെയൊക്കെ ഒരു സമ്മിശ്രമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു വെല്ലുവിളിയുടെയൊക്കെ ഒരു സമ്മിശ്രമായിരിക്കും. ദീർഘകാലമായിട്ട് കാണാതിരുന്ന അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കളുമായൊക്കെ വീണ്ടും ഒന്നിക്കുവാനും പഴയ നല്ല ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും. ഈ കൂട്ടിച്ചേരൽ വഴിയൊക്കെ പഴയ കാലത്തെ സാഹിത്യ കാര്യങ്ങളും അല്ലെങ്കിൽ പഴയ കലാലയ ജീവിതം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുവാൻ സാധിക്കുകയും പരസ്പരം ജീവിതത്തിൽ പുതിയ സംഭവവികാസങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുകയൊക്കെ ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഒരു കൂടിച്ചേരൽ വഴി നിങ്ങളുടെ എല്ലാം കരിയറിൽ ഒരു വഴിത്തിരിവിനും ചിലർക്ക് സാധ്യത പറയുന്നുണ്ട്. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും വൈരാഗ്യമായി അകന്നു നിന്നിരുന്ന സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ മേൽനോട്ടത്തിൽ, മധ്യസ്ഥതയിലോ അല്ലെങ്കിൽ പരസ്പരം ക്ഷമ ചോദിച്ചുകൊണ്ടോ ആയിരിക്കാം ഈ ഒരു സമാഗമം എന്ന് പറയുന്നത്. ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാനുമൊക്കെ സഹായിക്കും. എന്നിരുന്നാലും ഈ മാസത്തിൻ്റെ കുറച്ച് തുടക്കത്തിൻ്റെ പകുതിയോട് ചേർന്ന് വരുമ്പോൾ
ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അതായത് ജാതകനോ ജാതകനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമുള്ള പകർച്ചവ്യാധികളായ പനി, ചുമ, ജലദോഷം എന്നിവയൊക്കെ ആകാം. കൂടുതൽ ഗുരുതരമായ അസുഖങ്ങളുമാകാം ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ പോലുള്ളവ എന്നുകൂടി പറയാം. നിലവിലുള്ള ഒരു ദീർഘകാല രോഗം, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് പോലുള്ള പ്രശ്നങ്ങൾ വീണ്ടും കുറച്ചുകൂടി വഷളായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് ലക്ഷണങ്ങൾ അവഗണിക്കാതെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം. വൈദ്യ സഹായം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടുള്ളത്. യാത്രകൾക്കും സാഹസികതകൾക്കൊക്കെ അവസരം ലഭിക്കുമെങ്കിലും അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബിസിനസ് യാത്രകൾ, വിനോദയാത്രകൾ, തീർത്ഥാടന യാത്രകൾ പോകാനൊക്കെ അവസരം ലഭിച്ചേക്കാം. എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപകടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. എന്നിരുന്നാലും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തെ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടൽ, വരുമാനം കുറഞ്ഞു പോകുന്നത്, അപ്രതീക്ഷിത ചെലവുകൾ എന്നിവയാകാം ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ടെന്ന് ഓർമ്മിച്ച് മുന്നോട്ട് പോവുക. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ പിന്തുണ തേടുന്നത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. മാസാവസാനത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം ഉണ്ടാവുകയും ചെയ്യും. ജോലിയിലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാനും ഒരു വാഹനം പുതുതായിട്ട് വാങ്ങുവാനും പുതിയ വരുമാന മാർഗം കണ്ടെത്തുവാനും ഒക്കെ സാമ്പത്തിക സഹായം ലഭിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ മാസത്തിൻ്റെ അവസാനം കാണുന്നുണ്ട്. ഈ മാസത്തിൽ തന്നെ വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും ഭാവിയിലെ വിജയങ്ങൾക്കത് തയ്യാറാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കുംഭക്കൂറിലുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ യഥാക്രമം വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിൽ ആചാരപ്രകാരം വ്രതത്തോടുകൂടി വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നത് പോലെയുള്ള വഴിപാടുകൾ, യഥാവിധിയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉത്തമമായ ഒരു സമയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ രീതിയിലാണ് കുംഭം രാശിയിലെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഗുണവും ദോഷവുമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് മറുപടികളൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. വൈകാതെ തന്നെ എല്ലാവരുടെയും മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.